കേരള ഹൈക്കോടതി ജാമ്യം നൽകി. ജാമ്യം നൽകാനുള്ള കാരണം കോടതി പറഞ്ഞതാണ് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യം. ഹലോ ഹായ്, വെൽക്കം ടു സിവിൽ സർവീസ് സിംപ്ലിഫയർ. സ്വന്തം മാതാവിനെ കൊല്ലാൻ ശ്രമിച്ച മകൻക്ക് ജാമ്യം നൽകി കേരള ഹൈക്കോടതി. ജസ്റ്റിസ് PV കുഞ്ഞികൃഷ്ണനാണ് ജാമ്യം നൽകിയിട്ടുള്ളത്. ഈ കേസിന് ആസ്പദമായിട്ടുള്ള സംഭവം എന്ന് പറയുന്നത്, സ്വന്തം അമ്മയെ പലതവണ കത്തി ഉപയോഗിച്ച് പരിക്കേൽപ്പിച്ച് കൊല്ലാൻ ശ്രമിച്ചു എന്നാണ് കേസ് വന്നിട്ടുള്ളത്. ഇതിന് കാരണം എന്ന് പറയുന്നത്, ഈ മകൻ ന്യൂ ഇയർ സെലിബ്രേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അമ്മയോട് പണം ചോദിച്ചു. പക്ഷെങ്കിൽ അമ്മ വിസമ്മതിച്ചു, കൊടുത്തില്ല. അതിന് കാരണമായിട്ടാണ് ഈ ഒരു കൃത്യം ഈ ഒരു വ്യക്തി, ഈ മകൻ എന്ന് പറയുന്ന വ്യക്തി ചെയ്തിട്ടുള്ളത്. അതിന് ഈ വ്യക്തിയെ ജനുവരി 1-ാം തീയതി പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഭാരതീയ ന്യായ സംഹിതയിലെ 109 അറ്റംപ്റ്റ് ടു മർഡറും അതുപോലെ തന്നെ 118 കോസിംഗ് ഗ്രീവിയസ് ഹേർട്ട് വിത്ത് വെപ്പൺ എന്ന 2 സെക്ഷൻ വെച്ചിട്ടാണ് പോലീസ് കേസ് എടുത്തിട്ടുള്ളത്. എന്നാൽ ഇപ്പോൾ ഈ വ്യക്തിക്ക് എന്ത് ചെയ്തിട്ടുണ്ട്? കേരള ഹൈക്കോടതി ജാമ്യം നൽകി. ജാമ്യം നൽകാനുള്ള കാരണം കോടതി പറഞ്ഞതാണ് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യം. ഈ അമ്മ കോടതിയോട് പറഞ്ഞിട്ടുള്ളത്, എന്റെ മകൻ ജയിലിൽ കിടക്കുന്നത് കാണാൻ എനിക്ക് കഴിയില്ല, അതുകൊണ്ട് തന്നെ എനിക്ക് ഈ ജാമ്യം നൽകുന്നതിന് യാതൊരു തരത്തിലുള്ള ഒബ്ജക്ഷനും ഇല്ല എന്നാണ് പറഞ്ഞത്. അതുകൊണ്ട് ദയവ് ചെയ്ത് കോടതി ആ മകൻക്ക് ജാമ്യം നൽകണം എന്നാണ് ഈ അമ്മ പറഞ്ഞിട്ടുള്ളത്. നമുക്കറിയാം, അമ്മമാരുടെ മനസ്സ് എപ്പോഴും അങ്ങനെയായിരിക്കും. ഒരു മോൻ എന്ത് കുറ്റം ചെയ്താലും ശരി, അമ്മയ്ക്ക് തൻകുഞ്ഞ് പൊൻകുഞ്ഞ് എന്ന് പറയുന്ന ഒരു കാര്യം തന്നെയായിരിക്കും. ഇത് കേട്ടിട്ട് ആണ് എന്ത് ചെയ്തിട്ടുള്ളത്? കോടതി ജാമ്യം നൽകിയിട്ടുള്ളത്. അങ്ങനെയാണെങ്കിൽ ഏത് ക്രിമിനൽസും എന്തും ചെയ്തിട്ട് അവസാനം അമ്മ പോയി കരുണാപേക്ഷിച്ച് കഴിഞ്ഞാൽ ജാമ്യം നൽകുകയാണ് ചെയ്യുക? എന്ത് ഉറപ്പാണുള്ളത് ഇവൻ പുറത്തിറങ്ങിയിട്ട് ഇനി അമ്മനെ കൊല്ലില്ല എന്നുള്ളൊരു കാര്യം? ആർക്കെങ്കിലും ഉറപ്പ് തരാൻ പറ്റുമോ? കോടതി പറഞ്ഞ കണ്ടീഷൻസ് എന്ന് പറയുന്നത്, ഒന്ന് ബോണ്ട് കെട്ടിവെക്കണമെന്ന് പറഞ്ഞു, 25,000 മറ്റാണ്. അതുപോലെ തന്നെ ഈ ഒരു ജൂറിസ്ഡിക്ഷൻ, കോടതിയുടെ ജൂറിസ്ഡിക്ഷൻ വിട്ടിട്ട് പുറത്തു പോകാൻ പാടില്ല. അതുപോലെ എല്ലാ തിങ്കളാഴ്ചയും പോലീസ് സ്റ്റേഷനിൽ പോയി സൈൻ ചെയ്യണമെന്നും കൂടി ബെയിൽ കണ്ടീഷൻസ് ആയിട്ട് വെച്ചിട്ടുണ്ട്. ഇതൊക്കെയാണ് ബെയിൽ കണ്ടീഷൻസ് ആയിട്ട് വെച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ പോലീസിനോട് പറഞ്ഞിട്ടുണ്ട്, ഈ വ്യക്തി ഇനി എന്തെങ്കിലും ക്രിമിനൽ ആക്ടിവിറ്റീസ് ചെയ്തു കഴിഞ്ഞാൽ അത് ഈ വ്യക്തിയുടെ അമ്മ റിപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ബെയിൽ ക്യാൻസൽ ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ ഫോർവേഡ് ചെയ്യണം എന്നും കൂടി പറഞ്ഞിട്ടുണ്ട്. പക്ഷെങ്കിൽ ഈ വ്യക്തി ആ അമ്മയെ കൊല്ലില്ല എന്ന് എന്താണ് ഉറപ്പുള്ളത്? കാരണം കൊല്ലാൻ ശ്രമിച്ച കേസിലാണ് പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതിലാണ് ഇപ്പോൾ ജാമ്യം നൽകിയിട്ടുള്ളത്. കോടതി തന്നെ പറഞ്ഞിട്ടുണ്ട്, ജാമ്യം നൽകുമ്പോൾ ഇങ്ങനെയുള്ള പ്രതികൾക്ക് ജാമ്യം നൽകുന്നത് ഒരു ബാഡ് ആയിട്ടുള്ള ഇംപ്രഷൻ അല്ലെങ്കിൽ മെസ്സേജ് ആണ് സൊസൈറ്റിക്ക് നൽകുക, സമൂഹത്തിന് നൽകുക എന്നുള്ള ഒരു കാര്യം കോടതി തന്നെ പറഞ്ഞിട്ടുണ്ട്. ആ ബോധ്യം കോടതിക്ക് തന്നെയുണ്ട്. പിന്നെ എന്തിനാണ് ഇതുപോലത്തെ ആളുകൾക്ക് ജാമ്യം നൽകുന്നത്? ഇപ്പം എന്തായിരുന്നാലും ശരി, ഇതുപോലെ തെറ്റുകൾ ചെയ്തു കഴിഞ്ഞാൽ, ഇതേപോലെ അമ്മമാര് റിക്വസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ജാമ്യം നൽകും എന്നല്ലേ എല്ലാവരും കരുതുക? അതായത് എന്ത് വലിയ കുറ്റം ചെയ്തു കഴിഞ്ഞാലും പോയി, കാരണം ഒരാളെ കൊല്ലാനാണ് ശ്രമിച്ചിട്ടുള്ളത്, കൊലപാതക ശ്രമമാണ്. ആ കേസിലാണ് ഒരു വ്യക്തിക്ക് ജാമ്യം കിട്ടിയിട്ടുള്ളത്. എന്തിനു പറയുന്നു? ഒരാളെ കൊന്നിട്ട് ജാമ്യം നൽകിയിട്ട് പോയിട്ടുണ്ട്, എന്നിട്ട് വേറെ കുറെ ആൾക്കാരെ കൊന്ന ആൾക്കാരുള്ള നാടാണ് നമ്മുടേത്. അവിടെയാണ് കൊല്ലാൻ ശ്രമിച്ചവർക്ക് ഇപ്പോൾ ജാമ്യം കൊടുത്തിട്ടുള്ളത്. അവൻ കൊല്ലില്ല എന്ന് എന്താണ് ഉറപ്പ്? അവൻ മറ്റു ക്രിമിനൽ ആക്ടിവിറ്റീസ് ചെയ്യില്ല എന്ന് എന്താണ് ഉറപ്പ്? കാരണം അവൻക്ക് തന്നെ ഇപ്പോൾ ഒരു ബാഡ് ആയിട്ടുള്ള മെസ്സേജ് ആണ് അവൻക്ക് കൊടുത്തിട്ടുള്ളത്. ഒരു ക്രൈം ചെയ്തു കഴിഞ്ഞാൽ ജാമ്യം കിട്ടും എന്നുള്ള ഒരു കാര്യം. ഇതേ കാര്യം തന്നെയാണ് ഇപ്പോൾ സമൂഹത്തിന് മുഴുവനായിട്ടും ഈ ഒരു കേസിലൂടെ ഈ ഒരു കോടതി, കേരള ഹൈക്കോടതി കൊടുത്തിട്ടുള്ള മെസ്സേജ് എന്ന് പറയുന്നത്. കോടതി പറഞ്ഞിട്ടുള്ളത്, ഈ ഒരു അമ്മയുടെ ഇമോഷൻ കണക്കിലെടുത്തിട്ടാണ് ജാമ്യം നൽകുന്നത് എന്നൊരു കാര്യമാണ്. കാരണം ഈ അമ്മ ഒരു ട്രോമയിലൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. കാരണം സ്വന്തം മകൻ കൊല്ലാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ ഒരു ട്രോമ ഉണ്ടാവും. ആ ട്രോമയിലൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ അതിന്റെ ഇന്റൻസിറ്റി കൂട്ടണ്ട. കാരണം അമ്മ പറയുന്നുണ്ട്, ജയിലിൽ മകൻ കിടക്കുന്നത് കാണാൻ എനിക്ക് വയ്യ എന്നൊരു കാര്യം. അതുകൊണ്ടാണ് ബെയിൽ കൊടുത്തതാണ്. പക്ഷെങ്കിൽ ഇതുപോലത്തെ ഒരു ഡേഞ്ചറസ് ആയിട്ടുള്ള പേഴ്സൺ, കാരണം നമുക്കറിയാം, ഒരു വ്യക്തിക്ക് ഏറ്റവും ഈ ലോകത്ത് ഇഷ്ടമുള്ള ഒരു വ്യക്തി എന്ന് പറയുന്നത് മാതാവും പിതാവും തന്നെയായിരിക്കും. അതിലേറ്റവും കൂടുതൽ മാതാവായിരിക്കും. ആ ഒരു വ്യക്തിയെ കൊല്ലാൻ ശ്രമിച്ചവനാണ് അവൻ. അപ്പോൾ അത്രയും ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു പേഴ്സൺ ആണ്. സ്വന്തം അമ്മയെ കൊല്ലാൻ ശ്രമിച്ച് അവൻക്ക് വേറെ ക്രൈംസ് ചെയ്യാൻ വേണ്ടിയിട്ട് വലിയൊരു ഇതൊന്നും വേണ്ട ആവശ്യം വരില്ല. അതും പണം നൽകാത്തതിനാണ് കൊന്നിട്ടുള്ളത് എന്നൊരു കാര്യം കൂടി. അതുകൊണ്ട് തന്നെ ഇമോഷൻസ് കണക്കിലെടുത്തിട്ട് ഇതുപോലത്തെ ആളുകൾക്ക് ജാമ്യം കൊടുക്കുമ്പോൾ നന്നായിട്ട് ചിന്തിക്കുക. ഇതിനെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കോമെന്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. ഇൻഫോർമേറ്റീവ് ആയാൽ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യാൻ മറക്കല്ലേ. And thanks for watching me, and stay tuned for another video. Okay, thank you.